പറക്കും പുലി. ഒരു നാട്ടിൽ ഒരു പുലി ഉണ്ടായിരുന്നു. അതിന് 2 കുട്ടികൾ. വലിയവന്റെ പേര് ബ്രൂണോ, ചെറിയവന്റെ പേര് ബ്രൂട്ടോ. അവന്റെ വലിയ കുട്ടിയായ ബ്രൂണോ നല്ല ബുദ്ധിശാലിയാണ്, കാണാൻ സൂപ്പർ ആണ്. ഇനി ചെറിയ പയ്യനെ കുറിച്ച് പറയണോ? അവൻ ഭയങ്കര മന്ദബുദ്ധിയാണ്. കാട്ടിന്റെ രാജാവിന് വയസ്സായി. ഇനി 2 മക്കളില് ആരെ രാജാവാക്കണം എന്ന് ചൊല്ലി അവർക്ക് ഒരേ ചിന്തയായിരുന്നു. എത്ര ചിന്തിച്ചിട്ടും അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. കാട്ടിലെ രാജാവ് എല്ലാ ജന്തുക്കളെ മീറ്റിംഗിന് വിളിച്ചു. എല്ലാ ജന്തുക്കളും വന്ന് ഒരിടത്ത് നിന്നു. അപ്പൊ രാജാവ് വെളി വന്ന് പറയുന്നു, എന്റെ കാടിന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചത് ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. എനിക്കിപ്പോൾ നല്ല പ്രായമായി. എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. എന്റെ 2 കുട്ടികളിൽ ആരെ ഈ കാടിന്റെ രാജാവാക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ, നിങ്ങൾ എനിക്ക് വോട്ട് നൽകൂ. ആർക്ക് കൂടുതൽ വോട്ട് വീഴുന്നോ അവരായിരിക്കും ഈ കാടിന്റെ രാജാവ്. വയസ്സായ രാജാവ് പറഞ്ഞത് കേട്ടതും ജന്തുക്കളെല്ലാരും പരസ്പരം മുഖം നോക്കാനായി തുടങ്ങി. കാരണം അവർക്ക് ആരെ വോട്ട് ചെയ്യണോന്നറിയില്ല. ബ്രൂണോന് വോട്ട് ചെയ്യണോ, ബ്രൂട്ടോക്ക് വോട്ട് ചെയ്യണോ? അവർക്ക് ഇനി ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ബ്രൂണോന് വോട്ട് ചെയ്താൽ ബ്രൂട്ടോ കോപപ്പെട്ട് അവരോട് ദേഷ്യം കാണിക്കുമെന്ന് പേടി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ വയസ്സായ രാജാവ് പറഞ്ഞുകൊണ്ട് അവരെ തീർച്ചയായിട്ടും വോട്ട് ചെയ്യേണ്ട അവസ്ഥയായി. എല്ലാ ജന്തുക്കൾക്കും ബ്രൂണോനെയായിരുന്നു ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നത്. ബ്രൂട്ടോനെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. എല്ലാരും ബ്രൂണോയ്ക്കാണ് വോട്ട് ചെയ്തത്. പക്ഷെ ബ്രൂട്ടോന് പാവം ഒരു വോട്ട് പോലും കിട്ടിയില്ല. അത് കേട്ടതും വയസ്സായ രാജാവ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കാട്ടിലെ എല്ലാവരും ആർക്കാണ് വോട്ട് നൽകിയിരിക്കുന്നതെന്നാൽ അത് ബ്രൂണോയ്ക്കാണ്. ഇന്നു മുതൽ ഈ കാടിന്റെ രാജാവ് ബ്രൂണോയായിരിക്കും. എലക്ഷൻ കഴിഞ്ഞു. എല്ലാ ജന്തുക്കളും അവരവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ ബ്രൂട്ടോയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ ഇഷ്ടപ്പെട്ടതേ ഇല്ല. ബ്രൂട്ടോന് എപ്പോഴും 2 വേലക്കാർ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. ബ്ലാങ്കിനരി പിന്നെ കേപ്രിനരി ഉണ്ടായിരിക്കും. അതുങ്ങൾ എപ്പോഴും കാട്ടിലുള്ള ജന്തുക്കളെ കുറിച്ചും അവരുടെ കുടുംബങ്ങളെ കുറിച്ചും എല്ലാ വിഷയങ്ങളും ബ്രൂട്ടോനടുത്ത് പറയും. ബ്രൂട്ടോ പുലി ഒന്നും പറയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് കണ്ട് ബ്ലാങ്കിനരി അതിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് നടന്നത് വലിയ അന്യായാണ് രാജാ. നിങ്ങളാണ് ഈ കാട്ടിന്റെ ശരിയായ രാജാവ്. കാരണം നിങ്ങൾ വയസ്സിൽ മൂത്തവർ. പക്ഷെ നിങ്ങൾക്ക് ഈ അധികാരം കിട്ടിയതേ ഇല്ല. ബ്ലാക്ക് പറയുന്നത് ശരിയാണ്. താങ്കളെ രാജാവാക്കിയില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് 2 പേർക്കും താങ്കളാണ് ഈ കാടിന്റെ രാജാവ്. വരൂ, എന്നെ രാജാവായി അംഗീകരിച്ച് നിങ്ങളെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. അവർ ഒരു വോട്ട് പോലും തന്നില്ല. അവിടെ ഞാൻ അപമാനിതനായി. നിങ്ങൾക്ക് നടന്നതെല്ലാം വലിയ അന്യായമാണ്. ഇങ്ങനത്തെ ഇലക്ഷൻ ഒക്കെ ജനങ്ങളുടെ നടുവിൽ നടന്നാലാണ് ശരി. പക്ഷെ നമ്മൾ ജന്തുക്കൾക്കൊന്നും ഇത് ശരിയാവില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് 2 പേർക്ക് എന്തെങ്കിലും മത്സരം വെക്കണമായിരുന്നു. അതിൽ ആര് ജയിക്കണോ അവരെ രാജാവാക്കണമായിരുന്നു. ഇല്ല, ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതിലും എന്റെ അനിയനെ ജയിക്കൂ. എനിക്ക് പറ്റില്ല. അവൻ എന്നെക്കാൾ ഒരുപാട് ടാലന്റഡാ. എന്നിരുന്നാലും ഈ കാടിന്റെ രാജാവ് താങ്കളല്ലേ? പ്രായം വെച്ച് നോക്കുമ്പോൾ താങ്കൾക്കാണല്ലോ കൂടുതൽ. അവനോടൊപ്പം താങ്കൾ യുദ്ധം ചെയ്യണം. എനിക്കത്ര ശക്തിയൊന്നുമില്ല. അവനെ തോൽപ്പിക്കാനും പറ്റില്ല. അതിനെന്താ അർത്ഥം? നിങ്ങളുടെ അനിയൻ പറയണ കേട്ട് മിണ്ടാതിരിക്കാനാണോ? ബ്ലാങ്കി പറയണത് കേട്ട് ബ്രൂട്ടോന് വളരെ ദേഷ്യം വരും. അതിനുശേഷം അവരിങ്ങനെ പറയും, ഇല്ല, ഞാനും ഒരു സിംഹമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായും ചെയ്യും. ഞാൻ ആരെ വേണമെങ്കിലും വേട്ടയാടും. എന്നെ തടയാൻ ആരാ ഉള്ളത്? ബ്രൂട്ടോ പറഞ്ഞത് കേട്ടതും കാപ്രിനരി ചിരിക്കാനായി തുടങ്ങി. താങ്കളിപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താങ്കൾ കാട്ടിലെ മൃഗങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നാൽ താങ്കളുടെ അനിയൻ താങ്കളെ ഈ കാട്ടിൽ നിന്നും തുരത്തും. താങ്കളുടെ ആഗ്രഹങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേട്ടയാടാൻ അധികാരമുള്ളത് രാജാവിന് മാത്രമാണ്. ഇതെന്താ നിങ്ങൾ 2 പേരും പറയാത്തത്? ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ കാടിന്റെ രാജാവാകാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്കൊരു വഴി അറിയാം. ഈ കാട്ടിൽ നിന്ന് ദൂരത്തിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു പ്രേതമുണ്ട്. ആ പ്രേതത്തിന് ഈ കാട്ടിലുള്ള ജന്തുക്കളെ വേണം. അത് കൊടുത്താ അത് നിന്നെ ബലശാലിയാക്കും. ബ്രൂട്ടോ ബ്ലാങ്കി പറഞ്ഞ പോലെ തന്നെ ആ ഗുഹയ്ക്കുള്ളിൽ പ്രേതത്തിനെ തേടി പോകുന്നു. ആ ഗുഹയെ കാണാൻ നീല നിറത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോ നീല വെളിച്ചത്തിൽ ഒരു പ്രേതം വന്ന് മുമ്പിൽ നിൽക്കുന്നു.
ദേഷ്യത്തിൽ ബ്രൂട്ടോനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എന്റെ ഗുഹയ്ക്കുള്ളിൽ എന്തിനാ വന്നത്? എന്റെ ഗുഹയ്ക്കുള്ളിൽ ആര് വന്നാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. നീ പുലിയാണെങ്കിൽ എന്താ? ഞാൻ ഒരുപാട് ശക്തിശാലിയാകാൻ ആഗ്രഹിക്കുന്നു. എന്റെ സ്ഥാനം എന്റെ അനിയൻ കൈക്കലാക്കി. എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റും. പക്ഷെ നീ എനിക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ ജന്തുവിനെ കൊണ്ടുവരണം. ഞാനതിന് തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നീ കൊണ്ടുവരുന്ന ജന്തുവിന്റെ മണം വെച്ചാണ് എന്റെ വയറ് ഞാൻ നിറയ്ക്കുന്നത്. പിന്നെ നീ ബാക്കിയുള്ളത് കൊണ്ടുപോക്കോ. പക്ഷെ ആ വേട്ട ചെയ്ത് കൊണ്ടുവരുന്നത് നിനക്ക് കഴിക്കാൻ പറ്റില്ല. നിന്റെ കൂട്ടുകാർക്ക് കൊടുക്കാം. നീ എന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവരില്ലയോ, അന്ന് നിന്റെ ബലത്തിനെയൊക്കെ ഞാൻ എടുത്തേക്കും. ബ്രൂട്ടോ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതും അതിന്റെ കണ്ണീന്ന് ഒരു വെളിച്ചം വന്ന് ബ്രൂട്ടോന്റെ മേളിൽ വീണു. അങ്ങനെ നോക്കിയിരിക്കുമ്പോ തന്നെ ബ്രൂട്ടോന് നല്ല സുന്ദരമായ ചിറകുകൾ വന്നു. അന്ന് തൊട്ട് ബ്രൂട്ടോ കാട്ടിൽ മൊത്തം പറന്നോണ്ടേയിരുന്നു. അതിന് ഏത് ജന്തുവിനെ ഇഷ്ടപ്പെട്ടോ ആ ജന്തുവിനെ വേട്ട ചെയ്ത് ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ ആ പ്രേതം ആ ജന്തുവിന്റെ വാസനയെ പിടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ബ്രൂട്ടോ ആ വേട്ട ചെയ്ത ജന്തുവിനെ എടുത്ത് അതിന്റെ കൂട്ടുകാർക്ക് കൊടുക്കും. മെല്ലെ മെല്ലെ കാട്ടിലെ ജന്തുക്കൾ കുറയാനായി തുടങ്ങി. കാട്ടിൽ ഇത് വലിയ പ്രശ്നമാകാൻ തുടങ്ങി. കാട്ടിൽ സന്തോഷമായി വേറെ ലെവൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നത് ഈ 2 നരികൾ മാത്രമാണ്. അവർ രണ്ടുപേരും ഇരുന്ന് നന്നായി കഴിച്ചോണ്ടിരിക്കും. കാപ്രി നരി ബ്ലാങ്കി നരിയോട് ഇങ്ങനെ പറഞ്ഞു, നീ ബ്ലൂട്ടോ സിംഹത്തിനെ നന്നായി കബളിപ്പിച്ചു. ബ്രൂട്ടോ പുലി 1 നമ്പർ മണ്ടനാ. അവൻ കാട്ടിലെ രാജാവല്ല, കഴുത പോലും ആകാൻ പറ്റില്ല. അയ്യോ, ഇതിലിപ്പോൾ വന്നിരിക്കുന്നു. നമുക്ക് കിട്ടുന്നത് മുഴുവനും ലാഭമല്ലേ. ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസവും നല്ല രുചിയുള്ള ഇറച്ചിയൊക്കെ കിട്ടുന്നില്ലേ. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഇതെല്ലാം ചിങ്കി പറവ കേൾക്കുകയായിരുന്നു. കാട്ടിന്റെ രാജാവായ ബ്രൂണോ ആദ്യമേ വളരെ വിഷമത്തിലായിരുന്നു. ബ്രൂട്ടോനെ നന്നായി അടിച്ച് ശിക്ഷിക്കണമെന്ന് ചിന്തിച്ചു. പക്ഷെ ബ്രൂട്ടോ വളരെ ബലശാലിയായിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ചേട്ടനെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതേ നേരത്ത് ആ പറവ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഉടനെ ആ 2 നരികളെയും കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞു. രാജാവായ ബ്രൂണോ കരടിനെ പറഞ്ഞയക്കുന്നു. ഈ വിഷയം ബ്രൂട്ടോ അറിഞ്ഞ ഉടനെ അവൻ ദേഷ്യത്തിൽ പറന്ന് അവിടെ ചെന്നു. ഇപ്പോൾ ഈ കാടിന്റെ രാജാവ് ഞാനാണ്. എന്റെ സുഹൃത്തുക്കളെ വിട്ടേക്ക്, അല്ലെങ്കിൽ നീയായിരിക്കും അടുത്ത വേട്ട. ചേട്ടാ, ശാന്തമായി കേൾക്കൂ. ഇവർ താങ്കളുടെ സുഹൃത്തുക്കളല്ല, താങ്കളെ ദ്രോഹിക്കുന്നവരാണ്. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഞാൻ കൊന്നുകളയും. ഇവർ ആരും എനിക്ക് വോട്ട് തന്നതേയില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ക്യാപ്പിസിയെയും ബ്ലാക്കി ചെന്നായുമാണ് നിങ്ങൾ കൊല്ലേണ്ടത്. നിങ്ങൾക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? എന്നാൽ ആ വോട്ടിങ്ങിൽ ഇവർ 2 പേരും ഉണ്ടായിരുന്നതല്ലേ? എന്നാൽ എന്തുകൊണ്ട് ഇവർ താങ്കൾക്ക് വോട്ട് നൽകിയില്ല? ഒരു സുഹൃത്തിന് വോട്ടിടാതിരിക്കുമോ? പറയൂ. അവന്റെ ചേട്ടൻ പറഞ്ഞ ഉടനെ ബ്രൂട്ടോ എന്തോ ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അവന് മനസ്സിലാകുന്നു കാപ്രി നരിയും ബ്ലാങ്കി നരിയും ചുമ്മാ അവനെ പറ്റിച്ചോണ്ട് ചുറ്റിക്കറങ്ങുകയാണെന്ന്. ഉടനെ അത് നല്ല ദേഷ്യത്തിൽ കാപ്രി നരിനെയും ബ്ലാങ്കി നരിനെയും കൊന്നുകളഞ്ഞു. അതിനുശേഷം സന്തോഷമായി അവന്റെ അനിയനെ കാട്ടുരാജാവായി കണ്ടു. അതിനുശേഷം അന്നു മുതൽ അത് വേട്ടയാടാനും നിർത്തി. വേട്ടയാടൽ നിർത്തിയതും അവന്റെ പവേഴ്സ് എല്ലാം മായയായിപ്പോയി. വീണ്ടും കാട് നല്ല സന്തോഷമായി മാറി.